ആര്യ, ഇവിടെ ഈ കത്തയച്ചതിന് ഈ കത്തയച്ചു, ആ കത്ത് കിട്ടിയെന്നുള്ള തെളിവുണ്ടോ എന്നുള്ളതാണ് ജെ ആർ പത്മകുമാർ ചോദിക്കുന്നത്. മറുപടി ഉണ്ടോ? എന്താ ഉറക്കം വരുന്നു? ഒരു കത്ത് സ്വാഭാവികമായിട്ടും നഗരസഭയുടെ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി റെയിൽവേയുടെ ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥർ കഴിക്കുമ്പോൾ സാധാരണ നമ്മുടെയൊക്കെ ഗവൺമെൻറ് ഓഫീസുകളിൽ ഒരു സംവിധാനമുണ്ട്. ആ കത്ത് അവിടെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ റിസീവ്ഡ് എന്ന് പറഞ്ഞ് ഒപ്പിട്ട് വാങ്ങിക്കാനാണ് പതിവ്. അത് ഞാൻ ഹാജരാക്കാൻ തയ്യാറാണ്. റിസീവ്ഡ് എന്ന് DRMന്റെ ഓഫീസിലടക്കം ഒപ്പിട്ട് വാങ്ങിച്ചത് ഞാൻ ഹാജരാക്കാൻ തയ്യാറാണ്. അത് ഞാൻ കണ്ടു. 3 എണ്ണം എന്ന് പറഞ്ഞാൽ റെയിൽവേയുടെ ഒരു കത്തല്ല, 2 കത്തല്ല, കളക്ടറടക്കം 3 കത്ത് അല്ലേ? അതെ, നിരവധി തവണ. അത് ഈ വർഷം നടന്ന കൊടുത്തിട്ടുള്ള കത്ത് മാത്രമാണ് ഇപ്പോൾ ഞാൻ ഗ്രൂപ്പിലേക്ക് നമ്മുടെ മാധ്യമപ്രവർത്തകർ കൊടുത്തിട്ടുള്ളത്. അതിൽ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം നടപടി സ്വീകരിക്കണമെന്ന് അവരെ അറിയിച്ചിട്ടുമുണ്ട്. ഇതിനു പുറമെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി യോഗം ചേരുകയും റെയിൽവേക്ക് റിട്ടേണായി തന്നെ കത്ത് കൊടുക്കുന്ന സാഹചര്യം, നോട്ടീസ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കത്തും കിട്ടിയിട്ടില്ല എന്ന് BJPയുടെ പ്രതിനിധി എന്തുകൊണ്ടാണ് ഇതിൽ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊരു വാക്കിന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് തർക്കിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം കോട്ടെ ആര്യ റെയിൽവേയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ ADRM വിജു എന്ന് പറയുകയാണ്. മേയർ പറയുന്നത് പച്ചക്കള്ളമാണ്. റെയിൽവേയുടെ ഉദ്യോഗസ്ഥ പറയുകയാണ്. അതിന് മറുപടി ചോദിച്ചോട്ടെ. അല്ല ജെ ആർ ഒറ്റ മിനിറ്റ് ആര്യ, റെയിൽവേയുടെ ഉദ്യോഗസ്ഥ പറയുകയാണ് അങ്ങനെ കത്ത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തോട് പറയുന്നതാണത്. പൊതുസമൂഹത്തോട് അങ്ങനെയാണ് കള്ളം പറയലാണത്. അല്ല, ഉത്തരവാദിത്തത്തോട് പറഞ്ഞതിനാണല്ലോ ഞാൻ അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട് ഞാൻ അതിന് മറുപടിയും പറഞ്ഞല്ലോ. അടക്കമുള്ള എല്ലാവരും ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ഓരോ ഘട്ടത്തിലും ഇവിടെ ഇടപെടാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കണക്ക് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെയാ അവസാനിക്കുക? ഇത് റെയിൽവേ എന്ന് മാത്രമല്ല, ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നമ്മൾ ആരും കാരണക്കാരായ റെയിൽവേയോട് എന്ത് ചെയ്തു ചോദിച്ചപ്പോ ADRM പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഭക്ഷണം കൊടുത്തു എന്ന് റെയിൽവേ. അതല്ല പ്രശ്നം, അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. ഭക്ഷണം കൊടുക്കലല്ല പ്രശ്നം. റെയിൽവേയുടെ അതീതര ഒരു ഭൂമിയിൽ ഒരു മനുഷ്യൻ കുടിക്കേണ്ടതിന് ഉത്തരവാദിത്വം ഇല്ലാതെ റെയിൽവേ പെരുമാറുന്നു. അതാണ് പ്രശ്നം. അല്ല, ADRM പറഞ്ഞത് അവിടെ ഇരിക്കട്ടെ, അത് നമുക്ക് അത് വെരിഫൈ ചെയ്യാം. മേയറോട് ചോദിക്കാനുള്ള ഒരൊറ്റ കാര്യം, കത്തെഴുതിയിട്ട് അവർ പ്രതികരിച്ചില്ല. ഏതെങ്കിലും ഒരു കൗൺസിലിൽ ഇങ്ങനെ ഒരു പ്രശ്നം വെച്ചിട്ട് ഒരു പ്രമേയം പാസ്സാക്കി ഗവൺമെന്റിന് കൊടുത്ത് ഇപ്പൊ മന്ത്രിയുമായിട്ട് ഇരുന്നോണ്ട് ചോറ് കൊടുക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞല്ലോ. മന്ത്രിയും റെയിൽവേയും കൂടി ഒരുമിച്ചിരുത്തി ആ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമിക്കേണ്ട ചുമതലയുള്ള വ്യക്തിയല്ലേ താങ്കൾ? നിങ്ങൾ ചെയ്തോ? ഈ കത്ത് കൊടുത്തു എന്ന് പറയാൻ ആണോ ചെയ്യേണ്ടത്? കത്ത് കൊടുത്താൽ റെയിൽവേയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായാൽ ഏതെങ്കിലും ഒരു നിങ്ങളുടെ കൗൺസിൽ മീറ്റിംഗ് അത് വെച്ചിട്ട് അതിന്റെ ഒരു പ്രമേയം പാസ്സാക്കി ഗവൺമെന്റിലേക്ക് അയച്ച് ഗവൺമെന്റിനെ ഇടപെടുത്തി റെയിൽവേ ഉദ്യോഗസ്ഥന്മാരെയും കോർപ്പറേഷനെയും ഇരുത്തിയിട്ട് ഈ പ്രശ്നം പരിഹരിക്കണം. ഞങ്ങൾ ഇവിടെ മാത്രം റെയിൽവേയുടെ മാത്രമേ പ്രശ്നമുള്ളൂ, ബാക്കിയെല്ലാം ഞങ്ങൾ വെടിപ്പാക്കി ഇട്ടിരിക്കുന്നു, ഈ പ്രശ്നം പരിഹരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും നടപടി താങ്കളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ?